ഹോർമുസിലെ നാവിക ഉപരോധത്തിൽ നിന്ന് പിന്മാറാൻ അമേരിക്ക തയ്യാറായതോടെ ആണിപ്പോൾ ഇറാൻ അമേരിക്ക സമാധാന ചർച്ച വഴിമുട്ടിയത്. ഹോർമുസ്ലിം സ്ഥിതി വഷളായതോടെ ഇന്ധന ചരക്കു ഗതാഗതവും പ്രതിസന്ധിയിലായി. ഗൾഫ് മേഖലയെ ആശങ്കയിലാക്കി UAE-യിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണമുണ്ടായി. എന്നാൽ ഇപ്പോഴത്തെ ഇറാൻ യുദ്ധം അമേരിക്ക അവസാനിപ്പിക്കുന്നതായാണ് സൂചന. ഇറാനുമായി കരാറിലേക്ക് ട്രംപ് ഭരണകൂടം കൂടുതൽ അടുത്തതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. MCA നാസർ വിശദാംശങ്ങൾ നൽകും. MCA, എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു കരാറിലേക്ക് ട്രംപ് ഇറാനുമായി അടുക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ആ കരാറിന്റെ ഉള്ളടക്കം സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്? സൈഫുദ്ദീൻ, നേരത്തെ ഇറാൻ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു ഹോർമുസ് പ്രതിസന്ധി തീർക്കുക എന്നത് ആദ്യഘട്ടത്തിലും പിന്നീട് ഏറ്റവും സുപ്രധാനവും സങ്കീർണവുമായ വിഷയങ്ങൾ തുടർന്നും ചർച്ച ചെയ്യാമെന്നൊരു നിർദ്ദേശമായിരുന്നു ഇറാൻ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും നിരാകരിച്ച അമേരിക്ക ഇപ്പോൾ ഏറെക്കുറെ നേരത്തെ ഇറാൻ വെച്ചിരിക്കുന്ന അതേ നിലപാടിലേക്ക് വരുന്നതിന്റെ സൂചനയാണ് നമ്മൾ കാണുന്നത്. ആദ്യഘട്ടത്തിൽ ഹോർമുസ് പ്രതിസന്ധി പൂർണ്ണമായിട്ട് പരിഹരിക്കാനും അവിടെ നാവിക ഉപരോധം തങ്ങൾ പിൻവലിക്കാമെന്നും ഇറാൻ എല്ലാ നിയന്ത്രണങ്ങളും അവിടെ പിൻവലിക്കണമെന്നും കൂടിയുള്ള ഉൾപ്പെടുന്നതായിട്ടുള്ള ഒരു 14 നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ അമേരിക്ക പാകിസ്ഥാന് കൈമാറിയിരിക്കുന്നത്. ആ നിർദ്ദേശം തങ്ങൾക്ക് ലഭിച്ചതായും അതിന്റെ മുകളിൽ വിലയിരുത്തൽ തുടരുന്നതായിട്ടും ഇറാൻ നേതൃത്വം പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്. മിക്കവാറും നാളെ രാത്രിയോടുകൂടി തന്നെ ഇറാന്റെ ഒരു പ്രതികരണം അമേരിക്കക്ക് കൈമാറും. അത് അനുകൂലമായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ യുദ്ധത്തിനൊരു വിരാമമുണ്ടാകും എന്ന സൂചനയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നൽകുന്നത്. അതേസമയം ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു കരാറിലേക്ക് എത്താൻ ഇറാൻ തടസ്സം നിൽക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണമല്ലാതെ തന്റെ മുമ്പിൽ മറ്റൊരു മാർഗവും ഉണ്ടാകില്ല എന്നുകൂടിയുള്ള മുന്നറിയിപ്പ് ട്രംപ് നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ പ്രതീക്ഷയിലാണ്. രണ്ടു കൂട്ടർക്കുമിടയിൽ ഏറെക്കുറെ സ്വീകാര്യമായിട്ടുള്ള ഒരു ഫോർമുലയിലേക്ക് കാര്യങ്ങൾ വരുന്നതായിട്ട് അവർ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഹോർമുസിലെ പ്രതിസന്ധി തീരും. പക്ഷേ ആണവ വിഷയത്തിൽ വളരെ കടുത്ത നിലപാടിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് തുടരുന്നതായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം തെളിയിക്കുന്നത്. ആ നിലപാടിൽ തന്നെ അമേരിക്ക ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിക്കപ്പുറം വിട്ടുവീഴ്ചയ്ക്ക് അവർ ഒരുക്കമല്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ചർച്ച പരാജയപ്പെടാനും വീണ്ടും ആക്രമണം പുനരാരംഭിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും രൂപപ്പെടുക. സൈഫുദ്ദീൻ. MCA നാസറാണ് വിശദാംശങ്ങൾ നൽകിയത് ദുബായിൽ നിന്ന്.